നമുക്കറിയാം ബിസിനസ്സുകൾ അത് ഗ്ലോബൽ ആവട്ടെ ഇന്ത്യയിലാവട്ടെ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ ഫാമിലി ഓറിയൻറ്റഡ് ബിസിനസ്സുകളായിട്ടാണ് തുടക്കം കുറിച്ചത്. പിന്നീട് അത് വളർന്ന് പന്തലിച്ച് വലിയ ബ്രാൻഡുകളായി മാറും. യഥാർത്ഥത്തിൽ ഈ ഒരു ഫാമിലി ബിസിനസ് പ്രോപ്പറായിട്ട് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ബിസിനസ്സുകൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? അതൊരു സസ്റ്റൈനബിൾ മോഡലാണ്. വെൽത്തിന് പുറമെ വാല്യൂസും ലിഗസിയുമാണ് നമ്മൾ പലപ്പോഴും അടുത്ത തലമുറകൾക്ക് കൈമാറിപ്പോകുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ജെൻ ആൽഫ, ജെൻ സി എന്നൊക്കെ പുതിയ ജനറേഷനെ കുറിച്ച് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. അവർ പലപ്പോഴും ഇൻടോളറൻസ് ആയിട്ടാണ് പലപ്പോഴും പെരുമാറുന്നത്. ഈ ഒരു തലമുറക്ക് നമ്മുടെ ലെഗസിയും വാല്യൂസും വെൽത്തും ബിസിനസ്സിലൂടെ കൈമാറാൻ നമുക്ക് പലപ്പോഴും പറ്റുന്നുണ്ടോ? അതിനെന്തൊക്കെയാണ് ആവശ്യം? ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഹാൻഡിങ് ഓവർ, ഒരു സസ്റ്റൈനബിൾ ബിസിനസ് അത് എത്ര കാലം തലമുറകൾ കൈമാറി പോകാൻ ആവശ്യമായ ഒരു ഗവേണൻസ് സിസ്റ്റം നമ്മുടെ ബിസിനസ്സിലുണ്ടോ? എന്തൊക്കെയാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്? വളരെ ഒരു യുണീക്ക് സബ്ജക്റ്റുമായിട്ടാണ് ഇൻഡോ ട്രാൻസ്വേൾഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇപ്രാവശ്യം കാലിക്കറ്റ് വെച്ച് നടക്കുന്ന ഒരു ബിസിനസ് കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ജനറേഷണൽ വെൽത്ത് ഇൻ ഫാമിലി ബിസിനസ് ഒരു യുണീക്ക് കോൺസെപ്റ്റാണ്. പല കോൺഫറൻസുകളും കോൺക്ലേവുകളും നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞാൻ സ്പീക്കറായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വളരെ യുണീക്കായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മെയ് 5 കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ബിസിനസ് കോൺക്ലേവിൽ പല പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ എക്സ്പെർട്ടൈസ്ഡ് ആയ പല സ്പീക്കേഴ്സും അവിടെ വരുന്നുണ്ട്. നമ്മൾ ഡിബേറ്റ് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനും അതിലൊരു സ്പീക്കറായിട്ട് വരുന്നു. സോ സി യു May 5th at Calicut Trade Center. Bye.